ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കോടതിയിൽ ഹാജരാക്കിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇരു പ്രതികളെയും എത്തിച്ചിരിക്കുന്നത്. ഇനി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം മന്ത്രിയെയും തന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുകയാണ് പത്മകുമാറിന്റെ മൊഴി. തനിക്ക് മുൻപ് പോറ്റിക്ക് തന്ത്രിയുമായും മന്ത്രിയുമായും പരിചയമുണ്ട് എന്നാണ് പത്മകുമാർ SIT-യോട് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനുമായി നേരത്തെ പരിചയമുണ്ട് എന്ന് പോറ്റി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പത്മകുമാർ അന്വേഷണ സംഘത്തെ അറിയിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് തന്ത്രിയുടെ പരിചയത്തിലെന്നും പത്മകുമാർ SIT-യോട് പറഞ്ഞു എന്നതാണ് വിവരം. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഈ പത്മകുമാറിന്റെ മൊഴി അത് വലിയ സമ്മർദ്ദമാണല്ലോ തന്ത്രി കുടുംബത്തിൽ. അതേസമയം തന്നെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമേൽ എന്ന് പറയുമ്പോൾ CPM-ലേക്കും വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന മൊഴിയല്ലേ പത്മകുമാർ നൽകിയിരിക്കുന്നത്? രതീഷ്, തീർച്ചയായും CPM-ന് രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന മൊഴി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പത്മകുമാർ അറസ്റ്റായപ്പോൾ തന്നെ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അടക്കം സൗഹൃദമൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. ഏതായാലും പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അതിനു മുൻപ് ഇപ്പോൾ ഈ കേസിലെ മറ്റു പ്രധാനപ്പെട്ട പ്രതികളായ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയായി. അതുകൊണ്ടാണ് അവരെ ഹാജരാക്കിയത്. വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ്. ഇരുവരുടെയും കസ്റ്റഡി ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുമാണ്. അതിൽ ഇതുവരെ തീർപ്പായിട്ടുമില്ല. ആ ഒരു സ്ഥിതിക്ക് ഇരുവരെയും മിക്കവാറും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ വിടും. അഥവാ ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ അത് കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിടുന്ന കാര്യവും പരിഗണിക്കും. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് പത്മകുമാർ മാത്രമാണ്. പത്മകുമാറിന്റെ കസ്റ്റഡി ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുശേഷം പത്മകുമാറിനെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനായിട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിനുശേഷം ഡിസംബർ 3-നാണ് ഈ കേസിൽ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യും. ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന നടപടികളെല്ലാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴിയാണ്. പത്മകുമാർ പറയുന്നത്, നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പത്മകുമാറിന് നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻപ് പരിചയമുണ്ടായിരുന്നില്ല. ദേവസ്വം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് പത്മകുമാറിന് പരിചയം. അതിനു മുൻപ് പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നത്, സൗഹൃദമുണ്ടായിരുന്നത് തന്ത്രി കുടുംബവുമായിട്ടും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടാണ്. കടകംപള്ളി സുരേന്ദ്രനുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്നാണ്, സൗഹൃദമുണ്ട് എന്നാണ് പോറ്റി തന്നോട് പറഞ്ഞതെന്നാണ്, ആ രീതിയിൽ മൊഴി നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനൊപ്പം തന്നെ പോറ്റിയുടെ റോളുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേരും തന്ത്രിയുടെ പേരും ഒക്കെ പറയുമ്പോൾ കൂടുതൽ സമ്മർദ്ദം സ്വാഭാവികമായും ഇരുഭാഗത്തും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഭാഗത്തെക്കുറിച്ച് അക്കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇളക്കി നൽകാൻ തീരുമാനിച്ചു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ മറുപടി SIT-ക്ക് പത്മകുമാർ നൽകുന്നുണ്ടോ? അതിൽ രതീഷ്, ഈ പത്മകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴും സ്വർണ്ണക്കൊള്ള നടന്നതായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരമില്ല എന്നുള്ളതാണ് പത്മകുമാറിൻ്റെയും ഇപ്പോഴത്തെയും വാദം. നേരത്തെ പത്മകുമാർ കസ്റ്റഡിയിലായപ്പോഴും കസ്റ്റഡിയിൽ അദ്ദേഹം ചോദ്യം ചെയ്യാൻ വന്നപ്പോഴും ഈ നിലപാടാണ് എടുത്തത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഉരുപ്പടികൾ എടുത്തു കൊടുക്കാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. താനടക്കമുള്ള ബോർഡും ഉദ്യോഗസ്ഥരുമാണ്. അത് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. തനിക്കറിയാവുന്നതെല്ലാം ബോർഡുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും അറിയാം. അതല്ലാതെ മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തനിക്കും അറിയാം എന്നതിനപ്പുറം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മോഷ്ടിച്ചതായിട്ടൊന്നും തനിക്കറിയില്ല എന്നുള്ള നിലപാടാണ്. അതായത് സ്വർണ്ണമോഷണം തൻ്റെ അറിവോടെ അല്ല എന്നുള്ള നിലപാടാണ് പത്മകുമാർ എടുക്കുന്നത്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എന്നെക്കാട്ടിയും കൂടുതൽ സൗഹൃദമുള്ളത് മറ്റ് തന്ത്രിക്കും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെയാണ് എന്നുള്ള ധ്വനിയിലാണ് പത്മകുമാർ മൊഴി നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ് ഇതിൻ്റെ ആസൂത്രണത്തിൻ്റെ പ്രധാന സ്ഥാനത്തുള്ളത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് പക്കലുണ്ട്. അത് സാമ്പത്തിക ഇടപാടുകൾ അടക്കമാണ്. അതിൻ്റെ പേരിലാണ് പത്മകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം എന്ത് മൊഴി നൽകിയാലും കൃത്യമായ ശക്തമായ തെളിവുണ്ട് എന്ന് തന്നെയാണ് SIT അവകാശപ്പെടുന്നത്. അതുകൊണ്ട് പത്മകുമാറിന് മുകളിൽ ആളുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെയോ തന്ത്രിയുടെയോ ഒക്കെ പേര് പറയുമ്പോഴും എവിഡൻഷ്യലായിട്ടൊരു മറുപടി നൽകാൻ പത്മകുമാറിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇവരുടെയൊക്കെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് അതിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി. അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ തെളിവുകൾ അവതരിപ്പിക്കാൻ പത്മകുമാറിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അത് കണ്ടെത്തേണ്ടത് SIT ആണ്. പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിർണായകമായ ഘട്ടത്തിലാണ്. ഇനി കണ്ടെത്തേണ്ടത് ഈ എടുത്തുകൊണ്ടുപോയ സ്വർണം എന്തു ചെയ്തു എന്നത് അയ്യപ്പ ഭക്തരെ അടക്കം ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സത്യമാണ്. അത് എന്ത് ചെയ്തു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്
പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പത്മകുമാറിന്റെ മൊഴി അത് വളരെ പ്രധാനമായി വരികയാണ്.